പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ആദ്യമുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രഭാത വിചാരം സംഘടിപ്പിക്കുന്ന വിശുദ്ധ സഭയും കൂദാശകളും എന്ന പരമ്പരയിൽ ഇന്ന് രോഗികളുടെ തൈലാഭിഷേകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പാപമോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും വേണ്ടി നടത്തുന്ന കൂദാശയാണ് രോഗികളുടെ തൈലാഭിഷേകം. ഇതിന് ചിലർ അന്ത്യകൂദാശ എന്ന് പറയുന്നത് തെറ്റായിട്ടാണ്. ശ്ലീഹന്മാരുടെ കാലത്ത് തൈലം പൂശി രോഗികളെ സൗഖ്യമാക്കിയിരുന്നു. ആ ശുശ്രൂഷ തന്നെയാണ് ഇപ്പോഴും പരിശുദ്ധ സഭയിൽ നടത്തി വരുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം എന്നിവ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം സുവ്യക്തമാകും. പട്ടക്കാരൻ കറുത്ത കുപ്പായവും ഹമ്മനീഖായും ധരിച്ച് ശുശ്രൂഷ നടത്തും. തൈലാഭിഷേകത്തിനുള്ള സൈത്തോ, കന്തിയിലേക്ക് ഉപയോഗിച്ച സൈത്തോ ഇതിന് ഉപയോഗിക്കുന്നു. രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഒരു വിരിച്ചൊരുക്കിയ മേശയും അതിന്മേൽ ഒരു കുരിശും ഇരുവശങ്ങളിൽ കത്തിച്ച മെഴുകുതിരിയും വയ്ക്കണം. സൈത്തും മേശപ്പുറത്ത് വയ്ക്കുന്നു. ഒരു കൗമ പ്രാർത്ഥിച്ചതിന് ശേഷം പുസ്തകത്തിലെ പോലെ ക്രമമായിട്ട് തന്നെയാണ് നടത്തുന്നത്. രോഗിയുടെ തലയിൽ കൈവച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം രോഗിക്ക് പാപങ്ങൾ രഹസ്യമായി പട്ടക്കാരനോട് ഏറ്റുപറയാനുള്ള അവസരമാണ്. ഒന്നിലധികം പട്ടക്കാർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും പ്രാർത്ഥന നടത്തുമ്പോൾ രോഗിയുടെ തലയിൽ കൈവയ്ക്കുന്നു. പിന്നീട് സൈത്ത് കുപ്പിയിൽ നിന്ന് ആവശ്യത്തിനുള്ള സൈത്ത് ഇടത് കൈയുടെ ഉള്ളം കൈയിൽ ഒഴിക്കുന്നു. അതിൽ വലത് കൈയുടെ തള്ളവിരലിൻ്റെ അഗ്രം മുക്കിക്കൊണ്ട് ഗസ്താക്കെ ചൊല്ലിക്കൊണ്ട് രോഗിയുടെ നെറ്റിയിലും നെഞ്ചത്തും കാൽമുട്ടുകളിലും തൈലം കൊണ്ട് തൃത്വനാമത്തിൽ റൂഷ്മ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രമീകരണം. വീണ്ടും തള്ളവിരൽ കൊണ്ട് സൈത്തിൽ തൊട്ട് മെശഹോ ഹോനോ എന്ന പ്രാർത്ഥന ചൊല്ലി വലത് കൺപോളയിൽ 2ഉം ഇടത് കൺപോളയിൽ 1ഉമായി തൃത്വനാമത്തിൽ റൂഷ്മ ചെയ്യുന്നു. തുടർന്ന് മൂക്ക്, വായി, ചെവികൾ, കൈകൾ, കാലുകൾ ഇവകളിൽ വലത്തേതിൽ 2ഉം ഇടത്തേതിൽ 1ഉമായി അവയവങ്ങളുടെ പേരു പറഞ്ഞുകൊണ്ട് തൃത്വനാമത്തിൽ ഓരോ പ്രാവശ്യവും സൈത്തിൽ തൊട്ട് റൂഷ്മ ചെയ്യുന്നതായിട്ട് ഈ തൈലാഭിഷേക കൂദാശയിൽ നാം കാണുന്നു. അവസാനമായി പൊക്കിളിന് താഴെയും തൃത്വനാമത്തിൽ റൂഷ്മ ചെയ്യുന്നു. തുടർന്ന് പട്ടക്കാരൻ്റെ കൈകൾ വൃത്തിയാക്കിയിട്ട് ആ വെള്ളം ഒഴുക്കുവെള്ളത്തിൽ ഒഴിക്കുകയോ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കുഴി കുഴിച്ച് ഒഴിച്ച് മൂടുകയോ ചെയ്യണം. തുടർന്ന് വിശ്വാസ പ്രമാണം, ദൈവമാതാവിൻ്റെ പരിശുദ്ധന്മാരുടെ കൊക്കിലിയോനുകൾ, ഹൂത്തോമോ എന്നിവ ചൊല്ലി ഈ കൂദാശ അവസാനിക്കുന്നു. അനുതാപത്തിൻ്റെ 7 മസ്മുറകൾ രോഗിയോ മറ്റാരെങ്കിലുമോ വായിക്കണം. ഉടനെ തന്നെയോ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലുമോ രോഗിക്ക് വിശുദ്ധ കുർബാനയും കൊടുക്കണം. അത്യാസന്ന രോഗിയാണെങ്കിൽ ആദ്യമേ തൈലം കൊണ്ട് റൂഷ്മ ചെയ്യണം. പിന്നീട് ആദ്യം മുതലുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ബലമേറിയ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
Hallelujah,